കരാട്ടെ കിഡ് പോയി കണ്ട്. പണ്ടത്തെ കരാട്ടെ കിഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. അത് ടി വിയിൽ മറ്റേ സൂര്യ ടി വിയിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇല്ലേ, ഒറ്റ ഇരിപ്പാണ്. ആ ഒരു ഇരിപ്പിലാണ്ട് കണ്ട് തീർക്കുക. എത്ര ആണോ ഇത്, എനിക്ക് തോന്നുന്നു 5-6 തവണ കണ്ടതായിരിക്കും. എന്നാലും അതിരുന്ന് കാണും. ആ ഒരു സാധനം എനിക്കിതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, സത്യം പറയാമല്ല. എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ. അപ്പോഴേ അവനോട് പറഞ്ഞു, എടാ അതൊരു സുഖമില്ലല്ലോ ഓടാന്ന്. അവനും പറഞ്ഞു ശരി, ആ സാധനം തന്നെ എടുത്ത് വീണ്ടും റീമേക്ക് നമ്മൾ അറിയാറ്. നമ്മുടെ ഒരു മലയാള സിനിമ എടുത്ത് ഹിന്ദി തമിഴൊക്കെ റീമേക്ക് ആണെങ്കിൽ കുറച്ച് വ്യത്യസ്ത, സ്ഥലം വേറെ, അങ്ങനത്തെ ഒരു ഇതില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോൾ അതിലത്തെ ഒരു ചില നടനായിരിക്കും ഇതിലുണ്ടാവുക. അതുപോലെ തന്നെ ജാക്കി ചാനുണ്ട് ട്രെയിനിങ് ചെയ്യണ്. ആ ട്രെയിനിങ് അങ്ങനെ ചെയ്ത് അത്, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കണ്ടിരിക്കും. നമ്മൾ ഓക്കെ കുഴപ്പമില്ല, ഇങ്ങനെ ബോറടിയില്ലാണ്ട് നമ്മൾ കണ്ടിരിക്കും അവസാനം വരെ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതൊക്കെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ അഭിപ്രായം ഒന്നും നേടാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം ആ ട്രെയിലർ തന്നെയുണ്ട് ഇവർ ഇതിനെയാണ് എടുത്ത് വീണ്ടും ചെയ്യണമെന്ന്. ആ ഒരു പയ്യനെ വേറൊരു പയ്യൻ, വേറെ സ്ഥലം, അമേരിക്ക, അവിടുത്തെ കാര്യങ്ങൾ ഇത്, പിന്നെ അവിടുത്തെ കാരണം കാണാൻ നല്ല രസമുണ്ട്. ചൈന നല്ല അതൊരു മെമ്മറീസ് ആണ് ആ സാധനം. കരാട്ടെ മറ്റേ ആ പയ്യൻ ചൈനയിലെ വെച്ചിട്ട് ആ ചൈനയിലേക്ക് പോണത്, അതൊക്കെ ആ ഒരു സിനിമ എനിക്കത് കണ്ടിട്ട് കരാട്ടക്കല്ലേ ആ ഒരു സാധനം കണ്ടിട്ട് എത്ര തവണ വീട്ടിൽ നിന്ന് പഠിക്കാൻ വീണെന്നറിയാമോ. അതൊക്കെ അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും. കാരണം അത്ര അഡിക്റ്റ് ആയിരുന്നു ആ സാധനത്തിനൊക്കെ. ആ സാധനമാണ് ഇപ്പോൾ കണ്ടിട്ട് നമുക്കൊന്നും തോന്നാത്ത ശരിക്കും. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്ര കിടിലം പടങ്ങളാണ് ഇറങ്ങി. ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം, ആ ഒരു അന്നത്തെ കാലത്ത് ഇറങ്ങിയ സിനിമയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ പിടിക്കുമ്പോൾ ചേർക്കുമ്പോൾ ഒരു ഫീൽ കിട്ടണില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം. അതായത് ഇങ്ങനെ വെറുതെ കണ്ടിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ഇതൊക്കെ കരാട്ടെ കിട്ടുന്ന ഒരു ഇഷ്ടം, കുങ്ഫു അങ്ങനത്തെ സംഭവമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. നിങ്ങളിത് മനസ്സിലാക്കി പോവാം, പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലത്തെ സ്റ്റോറിയൊക്കെ തന്നെ. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതായത് അങ്ങനെ മനസ്സിലാക്കി, ഇനി വേറെ വല്ല സ്റ്റോറി ആയിരിക്കും അങ്ങനെ വിചാരിച്ചൊന്നും പോകരുത്. ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് പോവുക. നിങ്ങൾക്ക് ഇത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അത്രയും പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ബായ്, പിന്നെ കാണാം.